ഇന്ന് പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ അരോചകമായി മാറിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരു സിനിമ വന്നു, വാഴ. പുതിയ തലമുറയിൽപ്പെട്ട വാഴ. അതിന്റെ പേര് തന്നെ വിചിത്രമാണ്, ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്. വാഴ എന്ന് മാത്രമല്ല, ഒന്നും രണ്ടും ബോയ്സിന്റെ അല്ല, 100 കോടി ആൺകുട്ടികളുടെ കഥയാണ് പറയുന്നത്. ഏയ് ബനാനെ ഒരു പൂ തരാമോ, ഏയ് ബനാനെ ഒരു കായ് തരാമോ, ഇങ്ങനെ എഴുതുവാൻ ഭാസ്കര മാഷിനെ പോലെ ഒരു കവിയുടെ ആവശ്യമില്ല. ഏത് നേഴ്സറി കുട്ടികൾക്കും എഴുതാം. വായി കൊള്ളാത്ത എന്തൊക്കെയോ പിന്നെ വിളിച്ചു പറയുകയാണ്. ആ സിനിമയിലെ മറ്റൊരു പാട്ട് ഇതാണ്, പണ്ടെങ്ങാണ്ട് ഒരു വാഴ വെച്ചേ. പിന്നെ ജനിപ്പിച്ച സമയത്ത് വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നുവെന്ന് നമ്മുടെ അച്ഛന്മാര് ദേഷ്യത്തോടെ പറയുമായിരുന്നു. അതാണ് ഇവിടെ പാട്ടായി പറയുന്നത്. എന്തൊരു വികലമാണെന്ന് നോക്ക്. വരികളുടെ വികലമായ അവസ്ഥ നോക്കണം. ചതിച്ചല്ലോ വാഴ, പുലച്ചില്ല വാഴ, ഉപയോഗശൂന്യൻ നീ ഭൂമിക്ക് പാരം. ഇങ്ങനെ പോകുന്നു പാട്ട്. അല്ലിയാമ്പൽ കടവിലെന്ന് അരയ്ക്ക് വെള്ളം, അന്ന് നമ്മൾ ഒന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം എന്നെഴുതിയ ഭാസ്കര മാഷിന്റെ കുഴിമാടത്തിൽ ചെന്ന് ഈ പാട്ട് എഴുതിയ ആളുകൾ 100 വട്ടം തൊഴണം എന്ന് ഞാൻ പറയും എന്നും ടി പി ശാസ്ത്രമംഗലം പറയുന്നു. ഒരു പൊതുവേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.